വെൽക്കം ബാക്ക് ടു മുഅല്ലിമ ചാനൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഞാൻ എത്ര തവണയായി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, ഒരു മുടക്കവും വരാതെ നിസ്കരിക്കുന്നു, എൻ്റെ ആവശ്യങ്ങൾ നിറവേറാനുള്ള എല്ലാ ദിക്റുകളും സൂറത്തുകളും ചൊല്ലാറുമുണ്ട്, ഒരുപാട് നാളായി തഹജ്ജുദ് നിസ്കരിച്ച് കരഞ്ഞു ദുആ ചെയ്യുന്നു, എനിക്കുള്ളതിൽ നിന്ന് സ്വതക്ക ചെയ്യുന്നു, ഒരു നോമ്പ് പോലും ഒഴിവാക്കാറില്ല. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അള്ളാഹു എൻ്റെ ദുആ സ്വീകരിക്കാത്തത്, എൻ്റെ ദുആക്ക് ഉത്തരം നൽകാത്തത്? ഇനി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരോട് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന 4 വിഭാഗം ആളുകളുണ്ട്. ഈ പറയുന്ന 4 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെട്ടവരാണ് നമ്മളെങ്കിൽ തീർച്ചയായും പേടിക്കണം. കാരണം ഈ വിഭാഗം ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമില്ല. ഈ 4 വിഭാഗം ആളുകൾ എത്ര നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും സ്വതക്ക ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത 4 വിഭാഗം ആളുകൾ ആരൊക്കെ എന്നറിയണ്ടേ? ഒന്നാമത്തെ വിഭാഗം തൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ. രണ്ടാമത്തെ വിഭാഗം കൽബിൽ മറ്റുള്ളവരോട് വൈരാഗ്യം വെച്ച് നടക്കുന്നവർ. മൂന്നാമത്തെ വിഭാഗം അവർ കുടുംബബന്ധം മുറിച്ചവരാണ്. നാലാമത്തെ വിഭാഗം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. ഈ 4 വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സൽക്കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ മുന്നിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല, നമുക്ക് യാതൊരു പ്രതിഫലവും കിട്ടിയില്ല. പിന്നെങ്ങനെയാണ് നമ്മുടെ ദുആ സ്വീകരിക്കുക? ഈ തെറ്റുകൾ ചെയ്തു പോയവർ വിഷമിക്കണ്ട, നമുക്ക് ഇനിയും തെറ്റുകൾ തിരുത്താൻ സമയമുണ്ട്. അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിലും തെറ്റില്ലെങ്കിലും എല്ലാവരോടും മാപ്പ് പറഞ്ഞ് പൊറുക്കലിനെ തേടി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഒരിക്കലും തല കുനിക്കില്ല എന്ന് വാശി പിടിക്കാനിൽ നഷ്ടങ്ങൾ നമുക്ക് തന്നെയാണ്. ഇതുവരെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും നമുക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്തു തരട്ടെ.